പാർത്ഥസാരഥീയം എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാഭാരതത്തിലെ ഉജ്ജ്വലമായൊരു കഥാപാത്രമായ ശകുനിയുടെ കഥ. ഒരാളും നല്ലതു പറയാത്തൊരു ആളായിരുന്നു മഹാഭാരതത്തിലെ ശകുനി. കൗരവരുടെ മാതുലൻ. അനന്തിരവന്മാർക്കു വേണ്ടി എന്ത് കുടിലതയും പ്രവർത്തിക്കുവാൻ സദാ ജാഗരൂകനായി നടക്കുന്നൊരു പരമദുഷ്ടൻ. നോക്കിലോ വാക്കിലോ പ്രവൃത്തിയിലോ നേരും നെറിയും ഒന്നുമില്ലാത്തൊരു നീചൻ. പറഞ്ഞാൽ തീരില്ല ആ കുൽസിത ബുദ്ധിയുടെ ദുഷ്പ്രവർത്തികൾ. പക്ഷേ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈ ശകുനി? കൗരവരെ പോലെ തന്നെ ഗാന്ധാരമെന്ന രാജ്യത്തെ മഹാരാജാവായിരുന്ന സുബലനും 100 പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഗാന്ധാരം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ ആണെന്ന് പറയപ്പെടുന്നു. ഗാന്ധാരിയായിരുന്നു ആ ഏകപുത്രി. പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു ശകുനി. അതിബുദ്ധിശാലിയായിരുന്ന ശകുനി കറകളഞ്ഞ ശിവഭക്തനുമായിരുന്നു. ജന്മനാ ദുർബലനായിരുന്ന ശകുനിയോടായിരുന്നു മഹാരാജാവായ സുബലന് ഏറ്റവും സ്നേഹവാത്സല്യങ്ങൾ. പക്ഷെ ഈ ആഹ്ലാദ നാളുകളൊന്നും ശകുനിയുടെ ജീവിതത്തിൽ അധിക കാലമുണ്ടായില്ല. അതേപോലെ ഗാന്ധാരി ചൊവ്വാദോഷമുള്ള ഒരു പെൺകുഞ്ഞായിരുന്നു. അത് വിവാഹത്തിന് പല തടസ്സങ്ങളും ഉണ്ടാക്കുമെന്നാണല്ലോ. ആ ദോഷമില്ലാത്ത പുരുഷനെ വിവാഹം ചെയ്താൽ വൈദവ്യവും നിശ്ചയം. അങ്ങനെ വലിയൊരു ദുരന്തം ഒഴിവാക്കുവാൻ കുംഭവിവാഹം എന്നൊരു ആദ്യ വിവാഹം, അതായത് വാഴയോ ആൽമരമോ ഏതെങ്കിലും ഒരു ബലിമൃഗവുമായോ നടത്തുന്ന ഒരു പതിവ് ആ കാലത്തുണ്ടായിരുന്നു. ഗാന്ധാരിയുടെ ആദ്യത്തെ വിവാഹം ഒരു ആടുമായാണ് നടത്തിയത്. പിന്നീടതിനെ ബലി കഴിച്ച ശേഷം ഗാന്ധാരി ആ ആടിൻ്റെ വിധവയായി. അതിനുശേഷമാണ് ധൃതരാഷ്ട്രരുമായി ഗാന്ധാരിയുടെ വിവാഹം നടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അന്ന് അതറിയുമായിരുന്നില്ല. പിന്നീട് തൻ്റെ ധർമ്മപത്നി ഒരു ആടിൻ്റെ വിധവയാണെന്നറിഞ്ഞപ്പോൾ സ്വതവേ അന്ധനായിരുന്ന അദ്ദേഹത്തിൻ്റെ കോപം കൂടി കൂടുതൽ അന്ധനായി ഭവിച്ചു. ഈ കഥ മറച്ചു പിടിച്ച തൻ്റെ ശ്വശുരനെയും 100 സ്യാലന്മാരെയും തുറങ്കിലടച്ചു ധൃതരാഷ്ട്രർ. മാത്രമല്ല, ഒരാൾക്കുള്ള ഭക്ഷണം മാത്രമേ അവർക്കെല്ലാവർക്കും കൂടി നൽകാൻ പാടുള്ളൂ എന്നൊരു ആജ്ഞയും അദ്ദേഹം പുറപ്പെടുവിച്ചു. ഈ കഥയിൽ ഈ കാര്യം ഭീഷ്മരാണ് ചെയ്തതെന്നും അതല്ല ദുര്യോധനനാണ് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഒരാളുടെ ഭക്ഷണം കൊണ്ട് 101 പേരെങ്ങനെയാണ് തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത്? അതുകൊണ്ട് അവരൊരു തീരുമാനത്തിലെത്തി. ഒരാൾ മാത്രം ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവർ പട്ടിണി കിടന്ന് മരണം വരിക്കുക. ജീവൻ നിലനിർത്തുന്നയാൾ ധൃതരാഷ്ട്രരോട് ഈ കൊടും ക്രൂരതയ്ക്ക് പക പോക്കുകയും വേണം. അതിനായി അവർ നിശ്ചയിച്ചത് ഏറ്റവും ഇളയവനും അതിബുദ്ധിമാനും ദുർബലനും എന്നാൽ എല്ലാവരുടെയും സ്നേഹഭാജനവുമായ ശകുനിയെയായിരുന്നു. ശകുനിയെ അതിനായി നിശ്ചയിച്ചതും ഒരു ബുദ്ധി പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് എങ്ങനെയാണെന്നോ, അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു സൂചിയുടെ കുഴലിലൂടെ നൂൽ കടത്താനായി സുബലൻ മഹാരാജാവ് തൻ്റെ മക്കളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ശകുനിക്കൊഴികെ മറ്റൊരാൾക്കും അതിന് കഴിഞ്ഞില്ല. ശകുനി എന്തു ചെയ്തെന്നോ, ഒരു അരിമണി നൂലിൽ കെട്ടി അതൊരു ഉറുമ്പിന് തിന്നാൻ കൊടുത്തു. എന്നിട്ട് ഉറുമ്പിനെ കൊണ്ട് സൂചിക്കുഴലിലൂടെ കടത്തി നൂൽ കോർക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണം ശകുനി മാത്രം ആഹരിച്ചു പോന്നു. മറ്റുള്ളവർ പട്ടിണി കിടന്നു. അങ്ങനെ പക പോക്കാനുള്ള തങ്ങളുടെ ലക്ഷ്യത്തെ എന്നെന്നും ഓർമ്മപ്പെടുത്തുവാനായി പിതാവ് ഒരിക്കൽ ശകുനിയുടെ കാൽ പിടിച്ച് തിരിക്കുകയുണ്ടായി. അതല്ല, ശകുനി തന്നെ ഒരു കഠാര കൊണ്ട് തൻ്റെ കാൽ കുത്തി കീറുകയും ചെയ്തു എന്നൊരു കഥ കൂടിയുണ്ട്. എങ്ങനെയാണെങ്കിലും എന്നേക്കുമായി ഒരു മുടന്തും ശകുനിക്കുണ്ടായി.
മക്കൾ ഓരോരുത്തരായി പട്ടിണിയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തകരുന്ന ആ ഹൃദയവേദനയോടുകൂടി നോക്കി നിൽക്കാനേ നിസ്സഹായനായ ആ പിതാവിന്, സുബല മഹാരാജാവിന് കഴിഞ്ഞുള്ളൂ. ഒടുവിൽ തൻ്റെ അന്ത്യവും ആസന്നമായി എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ധൃതരാഷ്ട്രരോട് തൻ്റെ അന്ത്യാഭിലാഷമെന്ന നിലയിൽ ശകുനിയെ സംരക്ഷിക്കുവാനായി അപേക്ഷിച്ചു. പകരമായി ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരെ ശകുനി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും വാക്കു നൽകി. അപ്പോൾ ഗാന്ധാരിയുടെ പ്രേരണയും ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ദയ തോന്നിയ ധൃതരാഷ്ട്രർ ശകുനിയെ കാരാഗൃഹത്തിൽ നിന്നും മോചിതനാക്കുകയാണ്. പക്ഷേ ശകുനിയുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ജ്വലിച്ചു നിന്നിരുന്നത് കുരുവംശത്തിൻ്റെ നാശം കാണാനുള്ള ആ പ്രതികാരാജ്ഞ മാത്രമായിരുന്നു. പിതാവിൻ്റെ തുടയെല്ലുകൾ കൊണ്ടാണ് ശകുനി പകിടകൾ ഉണ്ടാക്കിയിരുന്നത്. പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും അനുഗ്രഹാശിസ്സുകളും തൻ്റെ ഒടുങ്ങാത്ത പകയും കൊണ്ട് തൻ്റെ മനസ്സിനൊപ്പം തിരിയാൻ പാകപ്പെടുത്തിയെടുത്ത ആ പകിടകളാണ് പാണ്ഡവരെ പരാജിതരാക്കുവാൻ ശകുനി ഉപയോഗിച്ചതും. തൻ്റെ സഹോദരീ പുത്രന്മാരോട് സ്നേഹം ഭാവിച്ച് കൂടെ കൂടി അവരുടെ സന്തത സഹചാരിയായി ശകുനി ഹസ്തിനപുരത്തിൽ തൻ്റെ ജീവിതം നയിച്ചു. സ്വന്തം പുത്രനായ ഉലൂഖനേക്കാൾ പരിഗണന കൊടുത്ത് കൂടെ നിർത്തിയത് ദുര്യോധനനെയായിരുന്നു ശകുനി. യഥാർത്ഥത്തിൽ പാണ്ഡവർ ശകുനിയുടെ വിരോധികളായിരുന്നില്ല. കൗരവരെ ഇല്ലാതെയാക്കുവാൻ പാണ്ഡവർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നറിയാമായിരുന്ന ശകുനി അവരെ അതിനുള്ള കരുക്കളാക്കുകയായിരുന്നു. പാണ്ഡവരും കൗരവരും തമ്മിൽ സ്പർദ്ധ വളർത്തുക, എന്നിട്ട് അവരെ തമ്മിൽ തല്ലിക്കുക, അങ്ങനെ തൻ്റെ ലക്ഷ്യം കാണുക, ഇതു മാത്രമായിരുന്നു ശകുനിയുടെ ഹസ്തിനപുരവാസത്തിൻ്റെ ഉദ്ദേശം. സ്വന്തം രാജ്യം പോലും ഉപേക്ഷിച്ച് ഹസ്തിനപുരത്തിൽ തങ്ങിയതും അതിനു തന്നെയാണ്. പക്ഷേ കർണനോട് ശകുനിക്ക് അല്പമല്ലാത്ത ശത്രുത ഉണ്ടായിരുന്നു. അതിനു കാരണം കർണൻ ദുര്യോധനനെ പാണ്ഡവരിൽ നിന്നും രക്ഷിക്കുമോ എന്നൊരു ഭയം മാത്രമായിരുന്നു. കൗരവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതെന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഫലത്തിൽ അവർക്കെതിരാകുന്നതിന് വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം. ഭീമന് വിഷം നൽകി ജലത്തിലാഴ്ത്താൻ ദുര്യോധനനെ ഉപദേശിച്ചത് ഭീമൻ നാഗലോകത്തെത്തുമെന്നും നാഗരസം ലഭിക്കുമെന്നും അതീവ ശക്തനായി ഭീമൻ തിരികെ വരുമെന്നും ഒരു ബോധമുണ്ടായിരുന്നത് കൊണ്ടാണ് ശകുനി അങ്ങനെ ചെയ്തത്. അതുവഴി ഭീമൻ്റെ വൈരാഗ്യം അധികരിക്കുകയും ചെയ്യുമല്ലോ. ഇനി ധർമ്മപുത്രരെ ചൂതുകളിക്കാൻ ക്ഷണിച്ചതും തൻ്റെ പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും പ്രതികാരാഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ആ പകിട കൊണ്ട് അതിദയനീയമായി തോൽപ്പിച്ചതും താൻ കൗരവ പക്ഷത്താണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും പാണ്ഡവരുടെ പ്രതികാരം വളർത്തുവാനും വേണ്ടി മാത്രമായിരുന്നു. അരക്കില്ലം ചമച്ച് പാണ്ഡവരെ വധിക്കുവാനുള്ള പദ്ധതി പൊളിച്ച ആ രഹസ്യമായ സന്ദേശത്തിന് പിന്നിലും ശകുനി ആയിരുന്നു എന്ന് അനുമാനിക്കാം. അതേപോലെ പാണ്ഡവർക്ക് പകരം അരക്കില്ലത്തിൽ ഒടുങ്ങിയ അമ്മയും 5 മക്കളും യാദൃശ്ചികമായി അവിടെ എത്തിയതായിരുന്നില്ല. അതേപോലെ പാഞ്ചാലിയെ രാജസദസ്സിൽ വലിച്ചിഴച്ച് അതിനിഷ്ഠൂരമായി ആക്ഷേപിച്ചത് പാണ്ഡവരെ കൊണ്ട് ആ കുരുവംശത്തിൻ്റെ തന്നെ പതനം ഉറപ്പാക്കിക്കുവാൻ തന്നെയാണ്. വനവാസക്കാലത്ത് ദ്രൗപദി ഭക്ഷിച്ചു തീർന്ന ആ ഒരു സമയം നോക്കി ക്ഷിപ്രകോപിയായ സാക്ഷാൽ ദുർവാസാവ് മുനിയെയും പരിവാരങ്ങളെയും അങ്ങോട്ടേക്ക് അയച്ചതും ശകുനിയുടെ ബുദ്ധിയായിരുന്നു. മഹാരഥന്മാരായ ഭീഷ്മരും ദ്രോണരും കൃപരും വിദൂരരും അടങ്ങുന്ന ആ സദസ്സിൽ വെച്ച് ദൂതുമായി വന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾക്ക് പുല്ലുവില കൊടുക്കാത്ത ദുര്യോധന ആ ദാർഷ്ട്യത്തിന് പിന്നിലും ശകുനിയുടെ പ്രതികാരദാഹമായിരുന്നു. കൃഷ്ണൻ്റെ അനുഗ്രഹാശിസ്സുകൾ പാണ്ഡവരോടൊപ്പം എക്കാലവും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഈ അപകടങ്ങളെയൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്തു. അതും ശകുനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ 3 പേർക്ക് അറിവുള്ളതും ആയിരുന്നു. ഒന്നാമത്തെയാൾ മറ്റാരുമല്ല, നമ്മുടെ
സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരുന്നു. മറ്റൊരാൾ ഭീഷ്മാചാര്യർ, മൂന്നാമൻ സർവജ്ഞാനിയായിരുന്ന സഹദേവൻ. എന്തായാലും ശകുനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ എല്ലാം സഫലീകരിച്ചുകൊണ്ട് സത്യസന്ധമല്ലാത്ത പകിടക്കളിയിലൂടെ ഒരു വലിയ യുദ്ധത്തെ തന്നെ ക്ഷണിച്ചു വരുത്തുവാൻ ശകുനിക്ക് കഴിഞ്ഞു. കുരുവംശത്തിൻ്റെ നെടും തൂണുകൾ ഓരോന്നും കടയറ്റ് നിലം പതിക്കുന്നത് ആത്മഹർഷത്തോടുകൂടി, അതീവ സന്തോഷത്തോടുകൂടി ശകുനിയെ നോക്കി കാണുകയായിരുന്നു. വെറുമൊരു പകിട കൊണ്ട് ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായൊരു വംശത്തെ നാമാവശേഷമാക്കുവാൻ കഴിഞ്ഞ ശകുനി മാത്രമാണ് മഹാഭാരത യുദ്ധത്തിലെ ഏക വിജയി എന്ന് വേണമെങ്കിലും പറയാം. ഒടുവിൽ താൻ ഏറെ ആഗ്രഹിച്ച ആ ദുര്യോധന വധം കണ്ട് തൃപ്തി അടയുവാൻ സാധിക്കാതെ സഹദേവനാൽ ശകുനിയുടെ അന്ത്യവും കുറിക്കപ്പെട്ടു. അങ്ങനെ കൺമുന്നിൽ വിശന്നു മരിച്ചു വീണ അച്ഛനോടും സഹോദരന്മാരോടുമുള്ള ആ വാക്കു പാലിച്ചവൻ്റെ സംതൃപ്തി നിറഞ്ഞ മൃത്യു തന്നെയായിരുന്നു ശകുനിയുടേത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്: നീ മനസ്സിനാൽ നിയന്ത്രിതമായ കർമ്മം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ കർമ്മമാണ് അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠം. കർമ്മം ചെയ്യാത്ത പക്ഷം നിനക്ക് ശരീര നിർവഹണം പോലും സാധ്യമാവുകയില്ല പാർത്ഥ എന്ന്.